3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു വിൻഡോ ഇമേജ് കാണിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ഒരു ടിപ്സായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് 3D മാക്സിൽ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ്. അപ്പോൾ അതിനുവേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഓട്ടോകാഡ് ഫയലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ CAD ഫയൽ ആദ്യം ഞാൻ ലേഔട്ട് ചെയ്തതിന് ശേഷം അത് ഇമ്പോർട്ട് ചെയ്ത് 3D ഫയലിലേക്ക് മാറ്റുന്നതാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അവിടുന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം CAD എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ലേഔട്ട് ഉണ്ടാക്കുകയാണ്. അതായത് അപ്പോൾ 3D മാക്സിൽ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ CAD ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെങ്ത് കൂടിയാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സൽ ലൈൻ ഉപയോഗിച്ച് നമുക്ക് വിൻഡോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി കീബോർഡിൽ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് വെർട്ടിക്കലായിട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അത് നേരെ നിങ്ങൾ വെർട്ടിക്കലായിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ രണ്ട് ലൈനിൻ്റെ പുറത്തേക്ക് തള്ളിക്കുന്ന ഈ രണ്ട് ലൈന് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഫില്ലറ്റ് ചെയ്ത് ഇത് നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രിം ചെയ്യാം. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വേണ്ടി ഞാൻ ഫില്ലറ്റാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫില്ലറ്റിൻ്റെ ഷോർട്ട് കീ F ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. എന്നിട്ട് ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലൈനിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റേ ആവശ്യമില്ലാത്ത ലൈന് കട്ടായതായിട്ട് നമുക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഫ്സെറ്റ് എടുക്കാം. അതായത് ഈ ഭാഗം സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ഇമേജിൻ്റെ ഈ ബോർഡർ, അതായത് നമ്മുടെ നാട്ടിൽ വാതിൽ കട്ടിലെന്ന് പറയാം, ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആ തിക്നെസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു 70 കൊടുക്കുന്നു. നിങ്ങളുടെ ഒരു നോർമൽ സൈസ് കൊടുക്കാം. ഞാനിവിടെ പിന്നെ ഒരു കാര്യം, ഞാനിവിടെ യൂണിറ്റ് സെറ്റ് ചെയ്തത് മില്ലിമീറ്ററാണ്. അതുകൊണ്ടാണ് 70 ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 70 കൊടുത്തു. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 7 കൊടുത്താൽ മതി, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് 7 കൊടുത്തു. അതിന് ശേഷം വിൻഡോൻ്റെ സൈസ് രേഖപ്പെടുത്തുക. അതായത് ലെങ്ത്ത് ആദ്യം കൊടുക്കുകയാണ്. അത് ലെങ്ത്ത് ഞാൻ 4 കള്ളി ആയതുകൊണ്ട് 200 കൊടുക്കുകയാണ്. അതായത് 2000. ഓക്കെ, ഉള്ളളവാണ് ഞാൻ 200 കൊടുത്തത്. ഇനി 70 ഇവിടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാകത്തുള്ളൂ. ഇനി ഹൈറ്റ് കൊടുക്കുക, ഒരു 140 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ബോർഡർ കൊടുക്കുക. ഇനി ആവശ്യമില്ലാത്ത പുറത്തേക്ക് പോയ ഈ ലൈനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫില്ലറ്റും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ട്രിമ്മും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ട്രിം ഉപയോഗിച്ച് ഒന്ന് കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ കീബോർഡിൽ TR എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ രണ്ട് ലൈന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ലൈന് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ലൈനാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ ലൈന് സെലക്ട് ചെയ്തിട്ട് ട്രിം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് ലൈനാണ് പുറത്തേക്ക് രണ്ട്
പുറത്തേക്ക് പോയ ഈ ലൈനുകളാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ട്രിം സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ച് അതുകൊണ്ട് TR ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഈ ലൈന് സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ വീണ്ടും അടിക്കുക. അതിനുശേഷം ആവശ്യമില്ലാത്ത ലൈന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും അതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രിം ആയതായിട്ട് കാണാവുന്നതാണ്. ഈ ഫില്ലറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അത് ഞാൻ കൺട്രോൾ Z അടിച്ചിട്ട് ബാക്ക് പോവുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ടൂൾസ് മനഃപ്പാഠമാക്കിയാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ പോയിട്ട് അതിൻ്റെ ടൂൾസ് എടുത്തിട്ട് ചെയ്താൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ടൂൾസ് മനഃപ്പാഠമാക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഫില്ലറ്റ് ഇത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഫില്ലറ്റിന് വേണ്ടി ഷോർട്ട് കീ F ആണ്. ഇപ്പോൾ കീബോർഡിൽ F ടൈപ്പ് ചെയ്തു, അതിനുശേഷം എൻ്റർ കൊടുത്തു. എന്നിട്ട് ഒരു ലൈന് സെലക്ട് ചെയ്തതിന് ശേഷം മറ്റേ ലൈന് ക്ലിക്ക് ചെയ്തു, വീണ്ടും എൻ്റർ അടിക്കുക. അപ്പോൾ വീണ്ടും ഫില്ലറ്റ് ഓൾറെഡി ഓൺ ആയിട്ടുണ്ടാവും. എന്നിട്ട് മറ്റേ ലൈൻ അടിക്കുക, വീണ്ടും എൻ്റർ അടിക്കുക. ഈ എൻ്റർ അടിക്കുന്നത് എന്താ വെച്ചാൽ വീണ്ടും അവിടെ ഫില്ലറ്റ് ഓൺ ആയതുകൊണ്ടാണ്. വേറെ മറ്റ് ടൂൾസ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് എൻ്റർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ടൂൾസ് ഉപയോഗിച്ചാൽ നമുക്ക് എൻ്റർ അടിച്ചാൽ ആ ടൂൾസാണ് നമുക്ക് ഓണായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഫില്ലറ്റ് മാത്രം ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് എൻ്റർ ഇങ്ങനെ അടിച്ചു പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫില്ലറ്റ് അടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ്, അതായത് വിൻഡോ, ഇത് 4 പൊളിൻ്റെ അതായത് 4 ഷട്ടറിൻ്റെ വിൻഡോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് പാർട്ടിഷൻ വേണം. അതായത് സ്ക്രീനിൽ കാണുന്ന പോലെ 1, 2, 3 പാർട്ടിഷൻ. അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ ലൈൻ നമ്മൾ ഡിവൈഡ് ചെയ്യണം, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഈക്വലായിട്ട് കിട്ടത്തില്ല. അതായത് പാർട്ടീഷൻ 4 വിൻഡോയും ഒരേ മെഷർമെൻറ്റിൽ കിട്ടത്തില്ല. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് വീഡിയോ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്യരുത്. ഞാൻ രണ്ടാമത് പറയുന്നത് പോലെ ചെയ്താൽ മതി. അത് ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാനിത് മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഡിവൈഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ ലൈന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോക്കുക, അതായത് ഏറ്റവും നമ്മളെ സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ട് ബട്ടൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾ എൻ്റർ ദ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് എത്ര പാർട്ടിഷൻ വേണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 4 പാർട്ടിഷൻ, 4 ഷട്ടറല്ല വേണ്ടത്. അപ്പോൾ 4 എന്ന് കൊടുക്കാം. 3 ആണെങ്കിൽ 3 എന്ന് കൊടുക്കാം. അപ്പോൾ 4 ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, 4 കൊടുത്തു. അപ്പോൾ 4 മാർക്കിങ് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ലൈൻ ഉപയോഗിക്കുക. ലൈൻ എടുത്തിട്ട് ലൈൻ്റെ ഷോർട്ടാണ് L. അത് കീബോർഡിൽ L ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് അവസാനത്തെ എൻഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ചാൽ ഇങ്ങനെ ലൈൻ വരും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഓഫ്സെറ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഈ തിക്നെസ്സാണ് ഞാൻ ഇവിടേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 70 കൊടുത്തത്. അതിൻ്റെ പകുതി 35 ഞാൻ ഇവിടെ കൊടുത്തു. 50 ആണെങ്കിൽ 25. അത് ഓഫ്സെറ്റ് എടുത്തു. ഒരു വശത്തേക്കും 2 വശത്തേക്കും തിരിച്ച് ഓഫ്സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് മറ്റു പാർട്ടീഷനിലേക്ക്
മൂവ് ചെയ്യുക. അപ്പോൾ CO ആണ് കോപ്പിൻ്റെ ഷോർട്ട് കീ, അതേപോലെ തന്നെ CP എന്നും കോപ്പിക്ക് ഷോർട്ട് കീ ഉണ്ട്. അപ്പോൾ CO ആണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഒരു ലൈൻ ക്ലിക്ക് 2 ലൈനും സെലക്ട് ചെയ്യുക. അതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് പിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം മൂവ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. 465, അതായത് മില്ലിമീറ്ററിലാണ്. 430, ഇത് 430, ഇത് 430, സോറി 465. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യരുത്. അതിന് പകരം ഞാൻ ശരിയായ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഇത് തന്നെ കോപ്പി എടുക്കുകയാണ്. ഓക്കെ. അതിനുശേഷം ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഡിനും ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ലൈന്, അതായത് ഈ ലൈന്, ഏത് ലൈനാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ആ ലൈന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലൂ ഡോട്ട് കാണാം. 3 സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ഡോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന ഡോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് പുറത്തേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്ട്രെച്ചറിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് 70 ആണല്ലോ, അതിൻ്റെ പകുതി എടുക്കുക, 35 എടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 35 പുറത്തേക്ക് പോയതായിട്ട് കാണാവുന്നതാണ് ആ ലൈന്. അതേപോലെ തന്നെ നേരെ എൻഡിലേക്കും വരിക. അതായത് ആ ലൈൻ്റെ എൻഡിലേക്ക് പോയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 35 ഇങ്ങോട്ടും പുറത്തേക്ക് ഇടുക. അപ്പോൾ 2 സൈഡും ലൈന് 35 2 ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അതിന് ശേഷം നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ DIV ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര പൊളിയാണോ, എത്ര ഷട്ടറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ആ നമ്പർ ഇവിടെ കൊടുക്കുക. ഞാനിവിടെ 4 കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ മാർക്കിങ് കാണാം. ഈ മാർക്കിങ് എങ്ങനെ വരുന്നത് ചിലപ്പോൾ ഡോട്ടായിട്ടായിരിക്കും വരിക. അത് ഇങ്ങനെ ആകുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ലൈൻ എടുക്കുക വീണ്ടും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓഫ്സെറ്റ് 35. ഓക്കെ. എന്നിട്ട് കോപ്പി എടുക്കുക. CO ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അതിനുശേഷം മൂവ് ചെയ്തു. ഓക്കെ. ഇനി മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാം. മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാൻ DLI എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക. 448 ഇവിടെ വരുന്നത്. വീണ്ടും എൻ്റർ അടിച്ചാൽ മെഷർമെൻ്റ് തന്നെ വരും. ഓക്കെ. 448. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 448 ഇവിടെയും, 3ാമത്തെ കള്ളി 448, 4ാമത്തെ കള്ളി 448. അപ്പോൾ എല്ലാ ഷട്ടറും ഈക്വലാണ്. 448 എന്ന മെഷർമെൻ്റ് എല്ലാത്തിലും കിട്ടിയത്. ഫസ്റ്റ് പറഞ്ഞ പ്രകാരം ഡിഫറെൻ്റ് മെഷർമെൻ്റാണ് നമ്മൾ കിട്ടിയത്. അത് നമ്മൾ ചെക്ക് ചെയ്തത് നമ്മൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ പ്രകാരം നിങ്ങൾ വിൻഡോ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വിൻഡോ ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം, അതായത് പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
സപ്പോർട്ട് ചെയ്യുക.